ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൻ്റെ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ക്ലാസ്സാണ് ഇന്നത്തെ ദിവസം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലാണ്, അതിൻ്റെ ലിമിറ്റേഷനും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സർക്കുലാർ പാത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി വെച്ചിട്ട് ഒരു ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അത് എനർജിയെ പുറത്തു വിടും. അപ്പോൾ എന്ത് ചെയ്യും, ന്യൂക്ലിയസിൽ വന്ന അവസാനം പതിക്കണം. എന്നാൽ ആറ്റത്തിൻ്റെ കേസിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. സോ റൂദർഫോർഡിൻ്റെ ആ ഒരു മോഡൽ വാലിഡ് അല്ല. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1913 ഒരു ഡാനിഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള നീൽസ് ബോർ ഒരു പുതിയ മോഡൽ കൊണ്ടുവന്നു. ഇപ്പോൾ വാലിഡായിട്ടുള്ളതും നമ്മളെല്ലാം പഠിക്കുന്നതും നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിൻ കൺസെപ്റ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ വെച്ച് എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം കണ്ടോ, ഈ ഒരു ഡയഗ്രത്തിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു ഡയഗ്രത്തിൽ. എങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കിയാലോ. ഇദ്ദേഹം പറയുന്നത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഫിക്സഡ് ഓർബിറ്റലുകളിലാണെന്ന്. എന്താണ്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഫിക്സഡ് ഓർബിറ്റുകളിലാണ്. അതേപോലെ ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോൺസിന് ഒരു ഫിക്സഡ് എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആദ്യത്തെ ഓർബിറ്റിലെ എനർജി അല്ല രണ്ടാമത്തെ, അപ്പോൾ ഓരോന്നിനും ഓരോ ഫിക്സഡ് എനർജി ഉണ്ട്. അതുകൊണ്ട് ഈ ഓരോ ഓർബിറ്റിനെയും എനർജി ലെവൽസ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ആദ്യം പറഞ്ഞു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എവിടെയാണ്, ഫിക്സഡ് ഓർബിറ്റുകളിൽ. രണ്ടാമത് എന്ത് പറഞ്ഞ്, ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോൺസിന് ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അതുകൊണ്ട് ഈ ഓരോ ഓർബിറ്റിനെയും എന്താണ്, എനർജി ലെവൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഈ ഇലക്ട്രോൺസ് എപ്പോഴൊക്കെയാണോ ഈ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നത് ആ കാലം അത്രയും ആ എനർജി കൂടത്തുമില്ല കുറയത്തുമില്ല, അത് ഫിക്സഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞ് അവന്മാരെ പിന്നെ എനർജി ലെവൽസ് എന്ന് പറഞ്ഞ് ഇനി നമ്മൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കൊടുക്കുവാണ്, സ്റ്റേഷനറി എനർജി ലെവൽസ്. എന്താണ്, ഈ ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റിലും റിവോൾവ് ചെയ്യുന്നിടത്തോളം കാലം, ആസ് ലോങ് ആസ് ദി ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് ദർ എനർജി ഡസ് നോട്ട് ചേഞ്ച്. അതിൻ്റെ എനർജി ചേഞ്ച് ചെയ്യുന്നേ ഇല്ല. സോ ദ ഓർബിറ്റ്സ് ആർ നോൺ ആസ് സ്റ്റേഷനറി എനർജി ലെവൽസ്. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണം മക്കളെ, ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒന്നാമത് ഞാൻ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എന്നെയും കാണുന്നില്ല, ഞങ്ങളെയല്ല എന്നെ കാണുന്നില്ല. അപ്പോൾ ആകെയുള്ളത് ഈ ഒരു സൗണ്ട് വെച്ചിട്ടുള്ള കളികളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നല്ലതായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്തുവാ ഞാൻ പറഞ്ഞേ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഫിക്സഡ് പാത്തിൽ, അതിന് നമ്മൾ ഓർബിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിക്സഡ് ഓർബിറ്റലുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഓരോ ഓർബിറ്റിലും ഈ ഇലക്ട്രോൺസ് കിടന്ന് റിവോൾവ് ചെയ്യുമ്പോൾ ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോൺസിന് ഒരു ഫിക്സഡ് എനർജി ഉണ്ട്. സോ ഇതിനെ, ഈ ഓർബിറ്റിനെ നമ്മൾ എനർജി ലെവൽസ് എന്ന് പറഞ്ഞു. അതിന് കുറച്ചുകൂടി നമ്മളൊരു ക്ലാരിറ്റി കൊടുത്തു. ആസ് ലോങ് ആസ് ദി ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ്, എപ്പോഴൊക്കെയാണോ ഈ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് അവരുടെ എനർജി എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ആവത്തില്ല. മീൻസ് എനർജി കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യത്തില്ല. എപ്പോഴാ ആ ഓർബിറ്റിൽ ആ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറഞ്ഞ് ഓർബിറ്റിനെ എന്ത് പേരോടി വിളിച്ചു, സ്റ്റേഷനറി എനർജി ലെവൽസ്. സ്റ്റേഷനറി, സ്ഥിരമായിട്ടുള്ളത് എന്നുള്ളത്. ഇനി അടുത്ത രസം നിങ്ങളുടെയൊക്കെ കാര്യമാണ്. ദ എനർജി ഓഫ് ദി ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. എന്താ, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എനർജി കൂടിയാണ് വരുന്നത്. അതായത് നിങ്ങളുടെ ടീച്ചറാണ് നിങ്ങളുടെ ന്യൂക്ലിയസ് എന്ന് വിചാരിച്ചോ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളുടെ ന്യൂക്ലിയസാണ്. ഫസ്റ്റ് പീരീഡ് വന്ന് ടീച്ചർ നിൽക്കുന്ന ബെഞ്ചിൻ്റെ അടുത്തുള്ള കുട്ടികളുടെ എനർജി കുറവാണ്. അതായത് ആ കുട്ടികൾക്ക് വലിയ അരിപ്പും ചുരപ്പൊന്നും കാണത്തില്ല, അവർ നല്ലതായിട്ടിരിക്കുക. അതേസമയം നിങ്ങളുടെ ക്ലാസ്സിലൊരു 10-15 ബെഞ്ച് ഒരു സൈഡിൽ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ഫ്രണ്ടിൽ നിന്നുള്ള ടീച്ചർ നിൽക്കുന്നിടത്തു നിന്നുള്ള ബെഞ്ചിൻ്റെ അകലം കൂടുന്തോറും ബാക്ക് ബെഞ്ചിലിരിക്കുന്നവർക്ക് ഇച്ചിരി ഞൊളപ്പ് കൂടുതലായിരിക്കും. അതായത് ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെക്കാളും എനർജി കൂടുതൽ ഏറ്റവും ഡിസ്റ്റൻസിലിരിക്കുന്ന ബെഞ്ചിലുള്ളവർക്കായിരിക്കും. അതായത് മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ? ടീച്ചർ ഇരിക്കുമ്പോഴത്തേക്ക് അനങ്ങാൻ പറ്റുമോ? ഇല്ല, അവിടെ എനർജി കുറവാണ്. അപ്പോൾ ടീച്ചറിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ചിട്ട് എനർജി കൂടുതലായിരിക്കും. അതേപോലെ തന്നെയാണ് ഇലക്ട്രോൺസിൻ്റെ കേസിലും. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇവരുടെ എനർജിയും കൂടും. The energy of the orbit increases as the distance from the nucleus increases. ന്യൂക്ലിയസിനോട് ചേർന്നിട്ടുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി കുറവായിരിക്കും, അതിനേക്കാൾ കൂടുതലായിരിക്കും പിന്നീടുള്ള ഓർബിറ്റിൽ. അങ്ങനെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ചിട്ട് എനർജിയും കൂടുതലായിരിക്കും. ലാസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനായിരിക്കും എനർജി കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ തന്നെ കമ്പയർ ചെയ്തെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള കൺസെപ്റ്റുകളും കൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇനിയും അപ്പം നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഓർബിറ്റിനേക്കാളും എനർജി കൂടുതലായിരിക്കും ലാസ്റ്റുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന്. അപ്പോൾ ഈ എനർജി കൂടിയ എടുത്തുവന്ന് ഇപ്പോൾ ടീച്ചർ കണ്ട് എനർജി അങ്ങ് കൂടിയിരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ ടീച്ചർ കണ്ടെങ്കിൽ അവൻ്റെ എനർജി കളഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് ബെഞ്ചിൽ കൊണ്ടിരുത്തുന്നത്, അല്ലേ? അതായത് എനർജി കൂടിയ ആളുകളെ ഹയർ എനർജി ഉള്ള ഓർബിറ്റിൽ നിന്നും ലോവർ എനർജി ഉള്ള ഓർബിറ്റിലേക്ക് ഇവരെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അവരുടെ എനർജി എമിറ്റ് ചെയ്തേ പറ്റൂ, അല്ലേ? ഇനിയും ഫ്രണ്ടിൽ, അതായത് എനർജി കുറഞ്ഞ ലോവർ എനർജി ഉള്ള ഓർബിറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസിനെ നമ്മൾ ഹയർ എനർജി ഉള്ള ഓർബിറ്റിലേക്ക് കൊടുക്കണമെങ്കിൽ അതിന് കുറച്ചുകൂടി എനർജി വേണം. എങ്കിലേ ബാക്ക് ബെഞ്ചിൽ പോയി അവരുടെയൊക്കെ എടുത്തിരുന്ന അതേ ഓളത്തിലിരിക്കാൻ പറ്റൂ. അതാ പറയുന്നത് എനർജി ഈസ് എമിറ്റഡ് when the electrons shift from orbits of higher energy to orbits of lower energy. Energy is absorbed. എപ്പോഴാണ് എനർജി അബ്സോർബ് ചെയ്യുന്നത്? when the electrons shift from orbits of lower energy to orbits of higher energy. ലോവർ എനർജിയിലിരിക്കുന്ന ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോൺസിനെ ഹയർ എനർജിയുള്ള ഓർബിറ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർ എനർജി അബ്സോർബ് ചെയ്യണം. ഇനിയും ഹയർ എനർജി ഓർബിറ്റലിരിക്കുന്ന ഒരു ഇലക്ട്രോൺസിനെ ലോവർ എനർജി ഓർബിറ്റലിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അവനുള്ള എനർജി എന്ത് ചെയ്യണം? എമിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഹയറിൽ നിന്ന് ലോവറിലോട്ട് വരാൻ പറ്റൂ. എന്നാൽ ലോവറിൽ നിന്ന് ഹയറിലോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? എനർജിയെ അബ്സോർബ് ചെയ്യണം. മനസ്സിലായോ? ഇനിയും നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ഓർബിറ്റ്, രണ്ടാമത്തെ ഓർബിറ്റ്, ഇതൊക്കെ 1 2 3 4 5 എന്നുള്ള ക്രമത്തിലാണ് പോകുന്നത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫബറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി പിന്നീട് ഈ ഓർബിറ്റ് എന്ന് നമ്മൾ പറഞ്ഞ്, എനർജി ലെവൽസ് എന്ന് പറഞ്ഞ്, സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് പറഞ്ഞ്, ഇവന്മാർക്ക് എല്ലാവരും കൂടെ നമുക്ക് ഷെല്ലെന്നങ്ങ് വിളിക്കാം. പിന്നീടുള്ള പഠനങ്ങളിൽ അത് ഷെല്ലെന്നാണ് അറിയപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ ഓർബിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഷെല്ല് ഒന്നെന്നുള്ളത് നമുക്ക് കെ ഷെല്ല് പറയാം, രണ്ടാമത്തത് എൽ ഷെല്ല് പറയാം, മൂന്നാമത്തത് എം, പിന്നെ എൻ, പിന്നെ ഒ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഡയഗ്രത്തിനകത്തുണ്ട്. കണ്ടോ? ന്യൂക്ലിയസിൻ്റെ നടുക്കൊരു റെഡ് കളറിൽ പോസിറ്റീവായിട്ട് കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മളിപ്പോൾ പറയും. ഇപ്പോൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും നമ്മൾ പറഞ്ഞു ഇല്ലേ? ആറ്റത്തിനകത്തുള്ള സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണുള്ളത്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. മക്കളെ, ന്യൂട്രോൺസ് ആ പേരിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ന്യൂട്രോൺ, അതിന് ചാർജ് ഒന്നും ഇല്ല. എന്നാൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺസിന് ഏത് ചാർജാ? നെഗറ്റീവ് ചാർജ്. അപ്പോഴേ ഈ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയാണ് ന്യൂക്ലിയസിനകത്തുള്ളത്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്, അല്ലേ? ന്യൂട്രോൺസിന് ചാർജ് ഇല്ലല്ലോ, പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ ന്യൂക്ലിയസിന് എന്ത് ചാർജാണ് അവരിട്ടേക്കുന്നത്? പ്ലസ്. മനസ്സിലായോ? അപ്പോൾ ന്യൂക്ലിയസിന് ഇരുന്നാണ്ടോ ഓരോ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് കാണിച്ചിട്ടുണ്ട്. ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്നത് കെ ഷെല്ല്, പിന്നെ എല്ല്, പിന്നെ എം, എൻ, ഒ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും കെ എൽ എം ഒക്കെ വരുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസ് തീർന്നു പോകാനുള്ള ചാൻസാണ് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ ഇതിനകത്തുള്ള കൺസെപ്റ്റുകൾ? ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. നെയിം ഓഫ് പാർട്ടിക്കിൾ, പൊസിഷൻ ഇൻ ആറ്റം, ചാർജ്, മാസ് ഇൻ പ്രാക്ടിക്കൽ യൂസ്. അപ്പം എന്താണ് ഇത്? നമ്മൾ ആറ്റത്തിനകത്ത് ആരൊക്കെ ഉണ്ടെന്നാണ് പഠിച്ചേ? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോൺസ് എവിടെ? ഷെല്ലുകളിൽ കിടന്ന് ഇങ്ങനെ റിവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഓർബിറ്റലിൽ കിടന്ന് ഇങ്ങനെ റിവോൾവ് ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. അപ്പോൾ പ്രോട്ടോണിൻ്റെ പൊസിഷൻ എവിടെയാണ്?
പ്രോട്ടോൺ എവിടെയാണ്? ന്യൂക്ലിയസിൽ. ഇലക്ട്രോൺസ് എവിടെയാണ്? ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഓർബിറ്റലുകളിൽ. ഇനി ന്യൂക്ലിയസിനകത്ത് ആരോടുണ്ട്? ന്യൂട്രോൺ ഉണ്ട്. മക്കളെ, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, ന്യൂട്രോണിൻ്റെ ചാർജ് ഉണ്ടോ? ഇല്ല, ന്യൂട്രലാണ് അയാൾ. ആണേ. ഇനി അവരുടെ ചാർജ് നമ്മൾ പറഞ്ഞു, മാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1.007 ഒരു യു എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത്രയും കണ്ടോ, പോയിൻറ്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ അവരുടെ മാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പ്രോട്ടോണിൻ്റെയും അതേപോലെ തന്നെ ന്യൂട്രോണിൻ്റെയും മാസ് കാണിച്ചിരിക്കുന്നത് കണ്ടോ, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും. ഇലക്ട്രോണിൻ്റെ മാസ് അപ്രോക്സിമേറ്റ് 0 ആയിട്ടാണ് പ്രാക്ടിക്കൽ യൂസിൽ ഇലക്ട്രോണിൻ്റെ മാസ് പറയുന്നത്. ശ്രദ്ധിക്കണേ. ചാർജ് ഇല്ലാത്തതാർക്കാ? ന്യൂട്രോണിന്. ചാർജ് ഇല്ലാത്തതാർക്കാണ്? ന്യൂട്രോൺ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണ്. എന്നാൽ മാസ് പ്രാക്ടിക്കലി നമ്മൾ 0 പറയുന്നത് ആർക്കാണ്? ഇലക്ട്രോണിന്. തെറ്റല്ലേ? ഇലക്ട്രോണിന് ചാർജ് ഉണ്ട് നെഗറ്റീവ്, പക്ഷേ മാസ് പ്രാക്ടിക്കൽ യൂണിറ്റിൽ 0 എന്നാണ് പറയുന്നത്. പിന്നെ എന്തുവാന്നേ ഈ 1U എന്നൊക്കെ ഇട്ടേക്കുന്നത്? ഈ യു എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ ഷോർട്ട് ഫോമാണ് എന്ത്? യു. അതായത് ഒരാറ്റത്തിൻ്റെ മാസിനെ നമ്മൾ ഒരു യു എന്നാണ് പറയുന്നത് കേട്ടോ. ഒരാറ്റത്തിൻ്റെ മാസിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? മാസ് ഓഫ് ദി ആറ്റംസ്. ഇപ്പോൾ ഒരാറ്റത്തിൻ്റെ മാസിനെ ഒരു യു എന്നല്ല പറയുന്നത്, ആറ്റത്തിൻ്റെ മാസിനെ ജനറലൈസ് ചെയ്ത് നമ്മൾ എത്ര യു ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അരി ഇപ്പോൾ എത്ര കിലോഗ്രാം ആണെന്ന് പറയുന്നത് പോലെ ആറ്റത്തിൻ്റെ മാസ് നമ്മൾ പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? യൂണിഫൈഡ് അറ്റോമിക് മാസിലാണ്. അതായത് എത്ര യു ആണെന്നാണ്. അപ്പോൾ പ്രോട്ടോണിന് 1U ഉണ്ട്, അതേപോലെ ന്യൂട്രോണിൻ്റെയും മാസ് പ്രാക്ടിക്കലി 1U ആണ്. 1 യൂണിഫൈഡ് അറ്റോമിക് മാസാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ ആറ്റത്തിൻ്റെ മാസാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് കേട്ടോ. ആറ്റത്തിൻ്റെ മാസാണ് ഞാൻ എടുത്തു പറയുക. ആറ്റത്തിൻ്റെ മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ് നമ്മൾ പ്രസ്താവിക്കുന്നത് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റിലാണ്. എത്ര യു ആണെന്നാണ്. അപ്പോൾ ഇലക്ട്രോണിന് 0 ആണ്, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിനും 1U ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് പ്രാക്ടിക്കൽ കേസിൽ 0 യൂണിറ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇലക്ട്രോണിൻ്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണിൻ്റെ മാസിനെ 1837 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിൻ്റെ മാസ്. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ യൂണിറ്റ് 0 എന്നും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് 0.000548 യൂണിറ്റ് എന്നാണല്ലോ അത്രയും യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് നമ്മൾ ആ ബോക്സിൽ കണ്ടത്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ 0 എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട് മാസ് ഓഫ് ആൻ ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ആണ്. പ്രോട്ടോണിൻ്റെ മാസിനെ 1837 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിൻ്റെ മാസ്. അപ്പം നമ്മളിപ്പോൾ കുറേ ആറ്റം മോഡൽ നമ്മൾ കണ്ട്. ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ജെ തോംസൻ്റെ കണ്ട്, പ്ലം പുഡിംഗ് പറഞ്ഞു, റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ കണ്ടു, അവസാനം നമ്മൾ നീൽസ് ബോറിൻ്റെ ബോർ ആറ്റം മോഡലും കണ്ടു. അതിന് മുന്നേ പ്രോട്ടോൺ ആര് കണ്ടുപിടിച്ചു, ന്യൂട്രോൺ ആര് കണ്ടുപിടിച്ചു, ഇലക്ട്രോൺ ആര് കണ്ടുപിടിച്ചു, ഇവരുടെയൊക്കെ മാസ് ആര് കണ്ടുപിടിച്ചു, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? ടെക്സ്റ്റ് വായിച്ചാൽ മതി, നോട്ട്സും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഒരുപാട് കുട്ടികൾ കമൻറ്റിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നോട്ട്സ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിട്ട് ഒരുപാട് സോഴ്സസ് ഉണ്ട്, എനിക്കറിയാം. നിങ്ങൾ ഇഷ്ടമുള്ളത് ഫോളോ ചെയ്തോളൂ. പക്ഷേ ഞാനെപ്പോഴും ടെക്സ്റ്റ് വെച്ചിട്ട് ഫോളോ ചെയ്യാനേ എപ്പോഴും പറയത്തുള്ളൂ. പക്ഷേ അതിനകത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ അതുപോലെ ബ്ലാങ്കായിട്ട് ഇട്ടേക്കാനല്ല, അത് ഫില്ല് ചെയ്തിട്ട് വേണം വായിക്കാൻ. എപ്പോഴും ടെക്സ്റ്റ്, ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി പ്രത്യേകിച്ചും, ഇപ്പോൾ കെമിസ്ട്രിയും എല്ലാം എന്തുണ്ട് ടെക്സ്റ്റ് തന്നെ ഉണ്ട്. ഇപ്രാവശ്യം നിങ്ങളുടെ ടെക്സ്റ്റ് മാറിയപ്പോൾ ഒരുപാട് ബ്ലാങ്കുകൾ ഫില്ലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാൻ സമയമില്ല ഒട്ടിനും വേറെ കാര്യത്തിന്. അപ്പോൾ അടുത്ത് നോക്കൂ, സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൺ വിച്ച് ഓഫ് ദം ആർ റിലേറ്റഡ് ടു ജെ തോംസൺ. കണ്ടോ, ജെ തോംസൺ നമുക്ക് പ്രിയപ്പെട്ട ആളാണ്. ഇതിനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കും. എന്താ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പല പല സ്റ്റേറ്റ്മെൻറ്റ് തരും. അതിനകത്ത് ട്രൂ ആയിട്ടുള്ളത് ഏതാണ്, അല്ലെങ്കിൽ ഇന്നാളുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏതാണ്, തെറ്റായിട്ടുള്ളത് ഏതാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ എന്താണെന്നും കൂടി നോക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജെ തോംസണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഏതാണ്? പ്രപ്പോസ് ദ ഐഡിയ ഓഫ് ഓർബിറ്റ്. അല്ലല്ലോ, ജെ തോമസൺ ഓർബിറ്റ് ഒക്കെ പറയുന്നതിന് മുന്നേ റൂദർഫോർഡിൻ്റെ കേസിൽ നമ്മൾ ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി റൂദർഫോർഡിൻ്റെ കേസിലാണ് പറഞ്ഞത്.
അല്ലേ? ജെ തോംസൺ എങ്ങും എന്ത് ചെയ്തിട്ടില്ല, ഓർബിറ്റ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടില്ല. എന്നാൽ കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് തീർച്ചയായിട്ടും ജെ തോംസൺ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ ഇലക്ട്രോൺസ് E/M റേഷ്യോയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് അദ്ദേഹം നടത്തിയിട്ട് അതൊക്കെ കണ്ടെത്തിയത്. അപ്പോൾ ബി അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഡിസ്കവേർഡ് ന്യൂട്രോൺ. ആരാ മക്കളെ ന്യൂട്രോൺ കണ്ടെത്തിയത്? ന്യൂട്രോൺ ചാടി കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ചെയ്തത്? ന്യൂട്രലായിട്ടിരുന്നതിൽ നല്ല ചാട്ടമാണ് അല്ലേ? ജെയിംസ് ചാഡ്വിക് ആണ് എന്ത് ചെയ്തത്? ഡിസ്കവേർഡ് ന്യൂട്രോൺ. ഇനി ഡിസ്കവേർഡ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. അതേപോലെ പ്ലം പുഡിംഗ് മോഡൽ ഇല്ലേ, പ്ലം കേക്കിനകത്ത് ചെറി ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത് പോലെ ഇലക്ട്രോൺസിനെ അങ്ങനെ വെച്ചിരിക്കുകയാണല്ലേ, പുഡ് ചെയ്തിരിക്കുകയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജെ തോംസണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബി സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. ആണേ നിങ്ങൾക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റും ക്ലാസ്സും ഒക്കെ കേട്ടിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലേ ഉള്ളൂ കാര്യം കേട്ടോ. ഇനി എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് വരാം. എന്തോ ഈ എലമെൻ്ററി പാർട്ടിക്കിൾസ്? മൗലിക കണങ്ങൾ. അതായത് നമുക്കറിയാം ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ആറ്റത്തിനെ നമ്മൾ പറയാം ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ ഏതാണ്? ആറ്റമാണ്. ആറ്റം കൊണ്ടാണ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ആറ്റത്തിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കിട്ടും. എന്നാൽ ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു എലമെൻ്ററി പാർട്ടിക്കിളാണ്. പക്ഷേ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ളൊരു കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ കിട്ടും. എന്താണ്? ക്വാർക്ക്. അതായത് പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതെല്ലാം 3 ക്വാർക്കുകൾ വീതമാണ് അവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ ഇലക്ട്രോണിനെ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫർദർ വി കനോട്ട് ഡിവൈഡ് ഫർദർ. സോ ഇലക്ട്രോൺ ആണ് എന്ത്? എലമെൻ്ററി പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്? എലമെൻ്ററി പാർട്ടിക്കിൾ. അപ്പോൾ എലമെൻ്ററി പാർട്ടിക്കിൾ ഏതാണ്? ഇലക്ട്രോൺസ്. പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും 3 ക്വാർക്കുകൾ വീതമാണ് അവർ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കിട്ടുന്നത്. മനസ്സിലായോ? ഇനി വളരെ നമ്മുടെ കെമിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ആദ്യം നമ്മൾ അറ്റോമിക് നമ്പറാണ് പഠിക്കാൻ പോകുന്നത്. അറ്റോമിക് നമ്പർ താഴെ അറ്റത്താണ് കിടക്കുന്നത് കേട്ടോ. ഒരു റെപ്രസെൻറ്റേഷൻ തരുമ്പോൾ ഞാനത് കാണിക്കാം. ഒരു റെപ്രസെൻറ്റേഷൻ തരുമ്പോൾ അതിലേറ്റവും താഴെയായിട്ട് കിടക്കുന്നതാണ് എന്ത്? അറ്റോമിക് നമ്പർ. താഴെ അറ്റത്ത് കിടക്കുന്നതാണ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ ആണെന്ന് പറഞ്ഞ് എ ഒന്നും എഴുതി വെച്ചേക്കല്ലേ. അറ്റോമിക് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ആണ്. എന്താണ്? അറ്റോമിക് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഇസഡ് ആണ്. എന്താണ് മക്കളെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്ര ആണോ അത് തന്നെ ആയിരിക്കും പ്രോട്ടോൺസിൻ്റെ എണ്ണവും അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇതാണ് അറ്റോമിക് നമ്പർ. മനസ്സിലായോ? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് അറ്റോമിക് നമ്പർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് അറ്റോമിക് നമ്പർ. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ്? ഇസഡ്. അതുപോലെ പ്രധാന ഒരു കാര്യം, ഒരാറ്റം അത് ഏത് എലമെൻറ്റിൻ്റെ ആണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിലുള്ള പ്രോട്ടോൺസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു ID കാർഡാണ് കേട്ടോ. എന്ത്? ഈ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ദാറ്റ് ഡിറ്റർമൈൻസ് ദ എലമെൻറ്റ് ടു വിച്ച് ദ ആറ്റം ബിലോങ്സ്. ഏത് എലമെൻറ്റിൻ്റെ ആണ് ഈ ആറ്റം എന്നുള്ളത് അതിനകത്തുള്ള പ്രോട്ടോൺസ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ പ്രോട്ടോൺസിൻ്റെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആകാം. മനസ്സിലായോ? ഏത് ഇലക്ട്രോൺ ഡിറ്റർമൈൻ ചെയ്യുന്നു? ഇസഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ അടുത്തത് മാസ് നമ്പറാണ് പറയുന്നത്. മാസ്സായിട്ട് എപ്പോഴും ടോപ്പിൽ നിൽക്കുന്നവരായിരിക്കും ഭയങ്കര മാസ്സായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവരായിരിക്കും ഏറ്റവും ഭയങ്കര മാസ് എന്നൊക്കെ പറയുന്നത്. അതായത് മാസ് നമ്പർ എപ്പോഴും ടോപ്പിലാണ്. അറ്റോമിക് നമ്പർ അറ്റത്തും താഴെ അറ്റത്തും മാസ് നമ്പർ മുകളിൽ. മാസ്സായിട്ടുള്ള ആളുകൾ ടോപ്പിലായിരിക്കും എന്നോർത്താൽ മതി. അപ്പോൾ എന്തുവാ ഈ മാസ് നമ്പർ? നമ്മുടെ ന്യൂക്ലിയസ് നമ്മുടെ മനസ്സിലോട്ട് വരട്ടെ. ന്യൂക്ലിയസ് വന്നോ മനസ്സിലോട്ട്? ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസും ഉണ്ട് ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ
ഈ ന്യൂക്ലിയസിനെ അങ്ങ് മനസ്സിലങ്ങ് വെച്ചോ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള ആളുകളുടെ ടോട്ടൽ നമ്പർ എന്തായിരിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോൺ ആസ് ഇറ്റ്സ് മാസ് നമ്പർ. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന വീണ്ടും ട്വിസ്റ്റ്. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എ ആണ്. അറ്റോമിക് നമ്പറിന് ഇസഡും, ഇതെന്തൊരു കഷ്ടമായില്ലയോ, അറ്റോമിക് നമ്പറിന് ഇസഡും മാസ് നമ്പറിന് ആണ്ട എയും. തെറ്റിക്കല്ലേ. മാസ് നമ്പറിന് എ ആണ്, മാസ് നമ്പർ എ ആണ് കേട്ടോ. അല്ലെങ്കിൽ എയിൽ തുടങ്ങുന്നവരെല്ലാം ഭയങ്കര മാസ്സായിരിക്കും കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസിനെ നമുക്ക് എന്തെന്ന് പറയാം? മാസ് നമ്പർ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും, ശരിയാണ്, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. അപ്പോൾ അതിൻ്റെ മൊത്തം കൂടെ എണ്ണം. അപ്പോഴേ ഈ പ്രോട്ടോൺസിൻ്റെ എണ്ണം തന്നെയല്ലേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? എങ്ങനെ? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്ന് വേണമെങ്കിലും പറയാം. കാരണം എന്താ? പ്രോട്ടോൺസിൻ്റെ എണ്ണം തന്നെ പിള്ളേരെ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും. അപ്പം നമുക്ക് എങ്ങനെ വേണേലും പറയാം. പക്ഷേ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്ന് പറയണം കേട്ടോ. എന്താ? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും ആകാം എന്ത്? മാസ് നമ്പർ. അല്ലെങ്കിലോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസും ആകാം. ചുരുക്കം പറഞ്ഞാൽ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അറ്റോമിക് നമ്പറിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ന്യൂട്രോൺസും കൂടി ആഡ് ചെയ്യുക. മനസ്സിലായോ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് നമ്പറിൻ്റെ കൂടി ന്യൂട്രോൺസും കൂടി ആഡ് ചെയ്യുക കേട്ടോ. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറിൻ്റെ കൂടെ നമ്പർ ഓഫ് ന്യൂട്രോൺസും കൂടെ ചേർത്താൽ മതി. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസിൻ്റെയോ പ്രോട്ടോൺസിൻ്റെയോ എണ്ണമല്ലേ? ആണല്ലോ. എന്നാലേ നമുക്കിപ്പം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കിട്ടി, അല്ലെങ്കിൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം കിട്ടി. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോൺസിൻ്റെ എണ്ണം മക്കളെ, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടുന്നത്, അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് മാത്രം. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർക്ക് മൈനസ് ചെയ്താൽ പോരെ? എന്ത് കിട്ടാൻ? ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടാൻ അല്ലേ? ന്യൂക്ലിയസിനകത്തുള്ള മൊത്തം കൂടാണ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം മാത്രം. അപ്പോൾ അത് തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ? എന്ത്? ന്യൂട്രോൺസ് കിട്ടാൻ ഈസി ആയിട്ട് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിലേ ഈ ഒരു സെക്ഷൻ ഒന്ന് നോക്കൂ കേട്ടോ. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. Cl1735 പോരട്ടെ ഓരോരുത്തരായിട്ട് പോരട്ടെ. ആ 35 മാസമായിട്ടുള്ള ആളുകളില്ലേ മക്കളെ മുകളിൽ കിടക്കുന്നേ? അപ്പോൾ 35 എന്ന് പറയുന്നത് എന്താ? മാസ് നമ്പർ. മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്നത് എ ആണ്. താഴെ അറ്റത്ത് കിടക്കുന്നത് അറ്റോമിക് നമ്പർ. സോ ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ക്ലോറിൻ 17 എന്ന് പറയുന്നത് അറ്റത്ത് കിടക്കുന്ന അറ്റോമിക് നമ്പർ ഇസഡ് ആണ്. 35 എന്ന് പറയുന്നത് മാസ് നമ്പർ എ ആണ് കേട്ടോ. അത് തിരിയരുത്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? അറ്റോമിക് നമ്പർ എഴുതാം, മാസ് നമ്പർ അറിയാം, ഇലക്ട്രോണിൻ്റെ എണ്ണം, പ്രോട്ടോണിൻ്റെ എണ്ണം, ന്യൂട്രോൺസിൻ്റെ എണ്ണം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും ആണേ. അപ്പോൾ എ എന്ന് പറയുന്ന മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എ എന്ന് പറയുന്നത് 35 ആണ്. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് നമ്പറിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ്. സോ ഇസഡ് എന്ന് പറയുന്നത് എന്താ? 17. അപ്പോൾ അറ്റോമിക് നമ്പർ കിട്ടി, ഇസഡ് 17. അതിനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടും? അപ്പം എയും ഇസഡും കറക്റ്റായിട്ട് എഴുതണം. യാതൊരു കാരണവശാലും തെറ്റാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇസഡ് 17 ആണെങ്കിൽ, അറ്റോമിക് നമ്പർ 17 ആണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 17 ആണ്. പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണ്? 17 ആണ്. ന്യൂട്രോൺസിൻ്റെ എണ്ണം ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? മുകളിൽ കിടക്കുന്ന മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുക. 35-ൽ നിന്ന് 17 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് 18 ആണെന്ന് മനസ്സിലാവും അല്ലേ? അങ്ങനെയാണെങ്കിലേ കാൽസ്യത്തിൻ്റെ കേസിലൊന്ന് നോക്കിയാട്ടെ. ഇവിടെ 40 മുകളിൽ കിടക്കുന്ന മാസ്സായിട്ടുള്ള ഒരു മോളിൽ. സോ മാസ് നമ്പറിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എ ആണ്. എയിൽ തുടങ്ങുന്നവരെല്ലാം മാസ്സാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 40 ആണ്. ഇസഡ് ആറ്റോമിക് നമ്പർ എത്രയാണ്? 20 ആണ്. ഇസഡ് 20 എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 20 ആണ്. പിന്നീട് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മുകളിൽ കിടക്കുന്ന 40-ൽ നിന്ന് 20 മൈനസ് ചെയ്യാം. 40 മൈനസ് 20 എത്രയാണ്? 20 ആണേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോക്സ് ഇപ്പം ഹൈഡ്രജൻ്റെ കേസ് ആദ്യം നോക്കിക്കേ. സിമ്പൽ H11 എന്ന് കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 തന്നെയാണ്. സോ അത് നമുക്ക് പെട്ടെന്ന് 1 എന്ന് എഴുതാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസും 1 ആണ്. കാരണം എന്താ? അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് മുകളിൽ കിടക്കുന്നത് 1, താഴെ കിടക്കുന്നത് 1. 1-ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 0. അപ്പോൾ
ഹൈഡ്രജൻ്റെ കേസിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം 0 ആണ്. അപ്പോൾ ന്യൂട്രോൺസ് 0 ആയിട്ടുള്ള ഒരേ ഒരു ആറ്റം എന്തിൻ്റെയാണ്? ഹൈഡ്രജൻ്റെയാണ്. ഐസോട്ടോപ്പ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ അടുത്തത് ലിഥിയം. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ആ താഴെ കിടക്കുന്ന അറ്റത്ത് കിടക്കുന്ന അറ്റോമിക് നമ്പർ 3 ആണ്. മാസ് നമ്പർ മുകളിൽ കിടക്കുന്നത് 7 ആണ്. അപ്പോൾ പ്രോട്ടോൺസും 3 ആണ്, ഇലക്ട്രോൺസും 3 ആണ്. ന്യൂട്രോൺസിൻ്റെ എണ്ണം 7 - 3 4 എന്ന് കിട്ടും. ഓക്സിജൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 8ഉം മാസ് നമ്പർ 16. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 8 ആണ്, പ്രോട്ടോൺസിൻ്റെ എണ്ണം 8 ആണ്. ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടാൻ എന്ത് ചെയ്യണം? മുകളിൽ കിടക്കുന്ന 16ൽ നിന്ന് 8 മൈനസ് ചെയ്യണം. അടുത്തത് സോഡിയം. 23ഉം 11ഉം. അറ്റോമിക് നമ്പർ 11 അല്ലേ? സോ പ്രോട്ടോൺസും ഇലക്ട്രോൺസും 11. ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് 23ൽ നിന്ന് 11 മൈനസ് ചെയ്യണത്ര കിട്ടും, 12 എന്ന് കിട്ടും അല്ലേ. അടുത്തത് നിയോൺ ആണ്. 20ഉം 10ഉം. മാസ് നമ്പർ 20, അറ്റോമിക് നമ്പർ 10 ആണ്. സോ പ്രോട്ടോൺസും ഇലക്ട്രോൺസും 10 ആണ്. മുകളിൽ കിടക്കുന്ന 20ൽ നിന്ന് 10 മൈനസ് ചെയ്യണം. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടും. അപ്പം അതും 10 തന്നെയാണ്. നിയോണിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ടൈറ്റാനിയം പറഞ്ഞ എന്താണ്? 48ഉം 22 ആണ്. 48 മാസ് നമ്പർ, 22 അറ്റോമിക് നമ്പറാണ്. 22 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 22, പ്രോട്ടോൺസിൻ്റെ എണ്ണം 22. ഇനി ന്യൂട്രോൺസിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യണം. 48ൽ നിന്ന് 22 മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര ആൻസർ വരുന്നത്? 26 എന്ന് വരും അല്ലേ. അടുത്തത് തോറിയമാണ്. TH 232 മാസ് നമ്പർ. അറ്റോമിക് നമ്പർ 90 ആണ്. അറ്റോമിക് നമ്പർ 90 എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോൺസിൻ്റെ എണ്ണവും 90 തന്നെയാണ് അല്ലേ. ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 232ൽ നിന്ന് 90 മൈനസ് ചെയ്യണം. 142 എന്ന് കിട്ടും. ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തത് സിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. മാസ് നമ്പർ 65 ആണ്. അറ്റോമിക് നമ്പർ 30 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 30 എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണം 30 ആണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം 30 ആണ്. ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 65ൽ നിന്ന് 30 മൈനസ് ചെയ്യണം. ആണേ, മനസ്സിലായോ? അടുത്തത് ഇലക്ട്രോൺ കോൺഫിഗറേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു എനർജി ലെവൽസ് എന്ന് പറഞ്ഞാലും ഓർബിറ്റ് എന്ന് പറഞ്ഞാലും ഷെല്ലുകൾ എന്നൊക്കെ പറഞ്ഞാലും ഒരേ ആളുകളാണ്. അവർക്ക് KLMN എന്ന പേര് കൊടുക്കാം, അല്ലെങ്കിലോ 1 2 3 എന്ന് നമ്പറും കൊടുക്കാം. അപ്പോൾ എന്താണ് ഈ നിയമപ്രകാരം നമ്മൾ ഇലക്ട്രോൺസിനെ, ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസിനെ ഈ ഷെല്ലുകളിൽ അറേഞ്ച് ചെയ്യുമല്ലോ, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽസ് ഓഫ് ആറ്റം ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. വെറുതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഷെല്ലിലൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം എനർജി കുറവുള്ള ഷെല്ലുകളിൽ വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് മീൻസ് ഒന്നാമത്തെ ഷെല്ലിലല്ലേ 1 കൊടുത്തിട്ട് 2 കൊടുക്കാം, 2 കൊടുത്തിട്ട് 3 കൊടുക്കാം, അങ്ങനെ പോകും. അപ്പോൾ ഒരു ഷെല്ലിനകത്ത് ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. 2n². 2n². ദാറ്റ് മീൻസ് 2 × n². ഒരു നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? n² എന്ന് പറഞ്ഞാൽ n × n അല്ലേ. അപ്പോൾ ഇവിടെ ഈ n എന്ന് പറയുന്നത് എന്തുവാ? ഓർബിറ്റിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഷെല്ലിൻ്റെ നമ്പർ. ഒന്നാമത്തെ ആണോ, രണ്ടാമത്തെ ആണോ, മൂന്നാമത്തെ ആണോ, നാലാമത്തെ ആണോ എന്നുള്ളതാണ് n. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 2n². അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എടുക്കാം. ഒരു ഷെല്ലിൽ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2n² ആണ്. അപ്പോൾ ആദ്യത്തെ ഷെല്ല് K ഷെല്ലിൽ n1 അല്ലേ. അപ്പോൾ എത്ര ഇലക്ട്രോൺസ് പറ്റും? n-ൻ്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തേ. 2 × 1². 1² 1 അല്ലേ. ഇപ്പോൾ 2 × 1 2 എന്ന് കിട്ടും. എല്ലാണെങ്കിലോ രണ്ടാമത്തെ കേസിൽ n-ന് 2 ആകുമ്പോൾ 2 × 2², 2 × 4 8 എന്ന് വരും. ഇനിയും n-ൻ്റെ കേസിൽ 4 ആകുമ്പോൾ എന്ത് ചെയ്യും? 2 × 4², അതായത് 2 × 16 32 എന്ന്. ഇക്വേഷൻ വെച്ചിട്ട് ഒരു ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2n² ആണ്. സോ K ഷെല്ലിൽ അപ്പോൾ n-ൻ്റെ വാല്യൂ 1, ഒന്നാമത്തെ അല്ലേ. അപ്പോൾ 2 × 1² 2 എന്ന് വരും. L-ൻ്റെ കേസിലോ n-ൻ്റെ വാല്യൂ 2, ദാറ്റ് മീൻസ് 2 × 2² 8 എന്ന് വരും. 2² 4 അതുകൊണ്ട് കേട്ടോ. അപ്പോൾ m എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ. അപ്പോൾ n-ന് 3 എന്ന് വരുമ്പോൾ 2 × n² സ്ഥാനത്ത് 2 × 3², അതായത് 2 × 9 = 18 18 എന്ന് വരും. ഇനി n ഷെല്ലിൽ നാലാമത്തെ ഷെല്ലിലാണെങ്കിലോ
സ്മോൾ എന്നിൻ്റെ വാല്യൂ 4, അതായത് 2 ഇൻറ്റു n സ്ക്വയർ, 2 ഇൻറ്റു 4 സ്ക്വയർ, 4 സ്ക്വയർ 16 അല്ലേ, 4 ഇൻറ്റു 4 ഇല്ലേ 4ൻ്റെ സ്ക്വയർ, അപ്പോൾ 2 ഇൻറ്റു 16 32 എന്ന് വരും. അപ്പോൾ മാക്സിമം 2, 8, പിന്നെ മൂന്നാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു 18, പിന്നെ 32, അങ്ങനെയാണ് വരുന്നത്. നോർമലി ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി ഓർബിറ്റ്സ് വിൽ ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ ലോവർ എനർജി ഓർബിറ്റ്സ് ആർ ഫിൽഡ്. താഴെ ലോവർ എനർജിയിലുള്ളത് ഫില്ല് ചെയ്തിട്ട് മാത്രമേ മുകളിലോട്ട് പോകൂ. ഒന്ന് ഫില്ല് ചെയ്തിട്ട് 2 പോകാൻ പറ്റൂ. അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനിയും നമ്മളിപ്പോൾ ഈ 2, 8, 18, 32 എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഒരാറ്റം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 മനസ്സിലാവുന്നുണ്ടോ? The maximum number of electrons that can be accommodated in the outermost orbit of an atom is 8. ഒരാറ്റം അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അത് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുന്നത് എത്ര ഇലക്ട്രോൺസിനെയാണ്? 8 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പർ 1 മുതൽ 18 വരെയുള്ള എലമെൻസിനെയാണ് കാണിച്ചിട്ടുള്ളത്. അറ്റോമിക് നമ്പറിൻ്റെ നോക്കൂ, നമ്മൾ പീരിയോഡിക് ടേബിൾ പറയുമ്പോഴത്തേക്ക് ഇത് പറയും മാക്സിമം നിങ്ങൾ ഈ 1 മുതൽ 18 വരെയുള്ള അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിലുള്ള എലമെൻസിൻ്റെ എണ്ണം മീൻസ് ആ ഒരു ഓർഡർ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. നോക്കൂ, ഒന്നാമത്തത് ഹൈഡ്രജൻ, ഹീലിയമാണ് He, ലിഥിയം Li, Be ബെർലിയം, B ബോറോൺ, C കാർബൺ, N നൈട്രജൻ, O ഓക്സിജൻ, F ഫ്ലൂറിൻ, Ne നിയോൺ, Na സോഡിയം, Mg മഗ്നീഷ്യം, Al അലൂമിനിയം, Si സിലിക്കൺ, P ഫോസ്ഫറസ്, S സൾഫർ, Cl ക്ലോറിൻ, Ar ആർഗൺ. കേട്ടോ, ഇതെന്താണെന്നറിയോ ഞാൻ പറഞ്ഞേ? ചിലർക്കെങ്കിലും ഇത് എന്തുവാടാ Mg, എന്തുവാ ഈ Na എന്നൊക്കെ സംശയം വരും. അപ്പോൾ പിന്നെ N എന്തുവാന്നൊക്കെ. അപ്പോൾ N നൈട്രജനാണ്, Ne നിയോണാണ്, Na സോഡിയമാണ്. ഓർത്ത് വെക്കണേ. അപ്പോൾ അറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? അറ്റോമിക് നമ്പർ തന്നെ ആയിരിക്കും എന്ത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അറിയാമെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോക്കിക്കേ, ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാവേ. അലൂമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 13. അപ്പോൾ ആദ്യത്തെ ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺസേ പറ്റൂ? മാക്സിമം 2. അപ്പോൾ ആ 13 ആദ്യത്തെ ഷെല്ലിൽ 2 വെച്ചു. 13 2 പോയി കഴിഞ്ഞാൽ വീണ്ടും 11 ഉണ്ട്. അപ്പോൾ രണ്ടാമത്തേനകത്ത് മാക്സിമം പറ്റുന്ന 8 അല്ല ഉള്ളൂ അല്ലേ? 2, 8 നമ്മൾ കണ്ടു. 2, 8, 18, 32. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ മാക്സിമം പറ്റുന്നത് 2, രണ്ടാമത്തെ ഷെല്ലിൽ 8. അപ്പോൾ 2, 8 കൂടെ 10. മൊത്തം അലൂമിനിയത്തിൻ്റെ എത്ര പേരുണ്ട്? 13. അപ്പോൾ 2, 8 കൊടുത്താൽ ബാക്കി എത്ര? 3. അപ്പോൾ 2, 8, 3 എന്നാണ് അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്നത്. അതുപോലെ ആർഗണിൻ്റെ കേസിൽ അറ്റോമിക് നമ്പർ 18 അല്ലേ? അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് നമ്മൾ വെച്ച് കൊടുത്തു. കാരണം 2 പറ്റൂ. എത്ര എണ്ണം ഉണ്ടായാലും ഒരിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു 18 കൂടെ ഒന്നിച്ചാൽ കൊണ്ടുവച്ചാലോ എന്ന് എല്ലാം കേട്ടിട്ട്. അങ്ങനെയല്ല, ആദ്യത്തെ ഷെല്ലിൽ 2 നമുക്ക് പറ്റൂ. 2n സ്ക്വയർ വെച്ച് നമ്മൾ കണ്ടു. അപ്പോൾ 2 കൊടുത്തിട്ട് രണ്ടാമത്തേനകത്ത് 8 അല്ല മാക്സിമം പറ്റൂ. അപ്പോൾ 2 ഞാൻ ഇട്ട് കൊടുത്തു, 8 കൊടുത്തു. എൻ്റെ ഈ മൊത്തം 18 ഉള്ളത്. അപ്പോൾ 2ഉം 8ഉം കഴിഞ്ഞ് 2, 8, 10. ഇനി എത്ര കൂടെ ഉണ്ട്? 8 കൂടെ. മൂന്നാമത്തേനകത്ത് 18 വരെ പറ്റും. പക്ഷേ എൻ്റെ 8 ഉള്ളൂ. സോ 2, 8, 8 എന്നാണ് ആർഗണിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പോൾ ഞാനിത് പറഞ്ഞാണ് തന്നത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കും. ആദ്യത്തിനകത്ത് എത്ര ഉണ്ടായാലും 2 പറ്റൂ, രണ്ടാമത്തേനകത്ത് 8 പറ്റൂ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂന്നാമത്തേനകത്ത് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് കേട്ടിട്ട് ഈ ഇലക്ട്രോൺ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഓർബിറ്റ് വരച്ച് ഇതിനകത്ത് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് ഇതിനകത്തൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവേത് ഈ ക്ലാസ് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറയാം. കൂടുതലും എക്സാമിൻ്റെ തലേന്നൊക്കെയാണ് ഈ ഒരു ക്ലാസ് തേടി ആരെങ്കിലുമൊക്കെ വരുന്നത്. എന്നാലും ഇപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് കാണുന്നത്. കുഞ്ഞുങ്ങളാണോ കുഞ്ഞുങ്ങളുടെ അമ്മയാണോ അച്ഛനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും പേരൻസും കാണുന്നുണ്ട് ക്ലാസ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് വളരെ നല്ല കാര്യം. നമ്മൾ എത്രത്തോളം അവരുടെ അടുത്തിരുന്ന് അവരെ ശ്രദ്ധിക്കുന്നത് അത്രയും പെട്ടെന്ന് അവർ ആ ട്രാക്കിലോട്ട് വീഴും.
കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മുഴുവൻ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് അതും മെൻഷൻ ചെയ്യുക, ഒരു എൻകറേജർ. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും കുറച്ച് സമയം അതിന് പറ്റി ഉണ്ടല്ലോ എന്നുള്ള കേൾക്കാനുണ്ടല്ലോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുമല്ലോ എന്നൊരു തോന്നലാകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഓടിപ്പിടിച്ച് വന്നിട്ട് ചെയ്യാനൊരു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എത്ര വയ്യാങ്കിലും എത്ര സമയമില്ലെങ്കിലും നമുക്ക് തോന്നും. അതിന് വേണ്ടിയിട്ടോ ആണ് പറയുന്നത്. നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഒരു കമൻ്റ് ആണെങ്കിലും ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് കാണുമ്പോഴായിരിക്കും ഈ YT സ്റ്റുഡിയോയിൽ ഈ ഒരു കമൻറ്റ് വരുന്നത്, ബാക്കി ഇടാമോ? അപ്പോഴാണ് നമ്മൾ ശരി ഇട്ടേക്കാം വേറെ ഒന്നിനും നമ്മൾ സമയം മാറ്റി വെക്കാണ്ട് അത് ചെയ്യാമല്ലോ എന്ന് ഞാൻ ചിന്തിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കെല്ലാം വളരെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി വീണ്ടും കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.